ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വറുത്തരച്ചൊരു ചിക്കൻ കറി ഉണ്ടാക്കി നോക്കിയാലോ. ഒരു ഗ്ലിംസാണ് നിങ്ങൾ കണ്ടത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചത്, പിന്നെ 2-3 വലിയ ഉള്ളി, ഉരുളക്കിഴങ്ങ്, തേങ്ങ ചിരവിയത്, ചെറിയ ഉള്ളി, ഗാർലിക്ക്, കറിവേപ്പില. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് തേങ്ങ വറുത്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് വറുത്തെടുക്കണം. ആദ്യം തേങ്ങയിട്ട് ഒന്ന് വാടിയ ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി ചേർക്കുക. അതിലേക്ക് ഉള്ളിയിട്ട് ഇളക്കിയ ശേഷം നമുക്ക് വെളുത്തുള്ളിയും കറിവേപ്പിലയും അതിലേക്ക് ചേർക്കാം. ഒപ്പം നമ്മൾ ചേർക്കേണ്ടത് മല്ലിപ്പൊടി ഇടുന്നില്ല, അതുകൊണ്ട് മല്ലി നമ്മൾ പച്ചയായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുന്നു. ഒപ്പം 1 സ്പൂണ് ജീരകവും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. വാടി വന്നോട്ടെ. നന്നായിട്ട് തേങ്ങ വാടി വന്ന ശേഷം നമുക്ക് ഓഫ് ചെയ്തിടാം. അതിന് ഇടയ്ക്ക് നമുക്ക് ഉള്ളി അരിഞ്ഞെടുക്കാമല്ലോ. ഉള്ളിയും ഉരുളക്കിഴങ്ങും ഒക്കെ നല്ല സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കാം. ഈ വറുത്തരച്ച ചിക്കൻ കറി നമുക്ക് ദോശയോടൊപ്പമോ അപ്പത്തോടൊപ്പമോ അടയോടൊപ്പമോ ചോറിൻ്റെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ചപ്പാത്തി, പൊറോട്ട, എന്താണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച ശേഷം ഉള്ളി നമുക്ക് നന്നായിട്ട് വാട്ടിയെടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് ഇളക്കിയ ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി അതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഇളക്കാം. ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങും കൂടെ അതിലേക്ക് ചേർക്കാം. അതിനോടൊപ്പം തന്നെ ചിക്കനും കൂടി ചേർത്ത ശേഷം നന്നായി ഒന്ന് ഇളക്കി മൂടി വയ്ക്കും. അതവിടെ വെന്തോട്ടെ. നമ്മുടെ തേങ്ങ തണുത്തിട്ടുണ്ട്, അപ്പോൾ നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ ഒരു ജാറിലേക്ക് മാറ്റിയ ശേഷം കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരിച്ചെടുക്കാം. ചിക്കൻ മൂടി വെച്ചത് വെന്തോളും, താനെ ഇടയ്ക്കൊന്ന് ഇളക്കി വിടുക. അപ്പോൾ മൂടി തുറന്ന് നോക്കുക, ഒന്ന് നന്നായിട്ട് ഇളക്കുക. ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ, വറുത്തരച്ച തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്യാം. അതോടൊപ്പം മിക്സി കഴുകിയ വെള്ളം കൂടെ അതിലേക്ക് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചോളൂ. അതോടൊപ്പം 1 സ്പൂണ് മുളക് പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി ഒന്ന് ചെറിയ തീയിൽ നമുക്ക് വേവിച്ചെടുക്കാം. അധികം വേകരുത്. തേങ്ങ ഒഴിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തിളച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വറുത്തരച്ച തേങ്ങ റെഡിയാകും. അപ്പോൾ നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. തിക്ക് ആവശ്യമുള്ളവർ കുറച്ച് നേരം കൂടെ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഇത് അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണേ. താങ്ക് യു. അവസാനം ഒരു പുറമോടിക്ക് കുറച്ച് പെപ്പറും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ ടേസ്റ്റ് ആഡപ്പ് ആവും. അപ്പോൾ താങ്ക് യു.